Hello, dear students. Welcome back to the discussion of NewsPap dated 27th August 2024. So, I'm making sure that you are happy and you are doing good. You are enjoying your life, your preparation journey. വളരെ ഹാപ്പി ആയിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേണി നിങ്ങൾ ആസ്വദിക്കുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ 27 ഓഗസ്റ്റ് മാസത്തിലെ 27 ചൊവ്വാഴ്ചയിലെ വാർത്തകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ന്യൂസ് പേപ്പറിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആ വാക്കിൽ പറയുന്നത് പോലെ തന്നെ ന്യൂസ് പേപ്പറിൽ നിന്നുമുള്ള കറണ്ട് അഫെയേഴ്സിനെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ നിന്നുള്ള കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് പരീക്ഷകൾക്കാണെങ്കിലും കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു സോഴ്സ്, ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ന്യൂസ് പേപ്പർ തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ മെൻറ്റേഴ്സ് ആയാലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയാലും anyone who prepared for the competitive examination right from the UPSC to the lower examinations like SSC, PSC, എല്ലാവരും പറയുന്ന ഒരു ന്യൂസ് പേപ്പറാണ് ഹിന്ദു ന്യൂസ് പേപ്പർ. അത് നിങ്ങളുടെ വൊക്കാബുലറി എൻട്രി ചെയ്യാനും വൊക്കാബുലറി എൻഹാൻസ് ചെയ്യാനും എല്ലാം നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറാണ് ഹിന്ദു ന്യൂസ് പേപ്പർ. സോ ഹിയർ നമ്മൾ ആ ഹിന്ദു ന്യൂസ് പേപ്പർ തന്നെയാണ് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിന് വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൺ എ ഡെയിലി ബേസിസ് ഇറ്റ്സ് വി ആർ ഇൻവെസ്റ്റിംഗ്. അത് നമ്മൾ ഒരുമിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് അറൗണ്ട് 4 hours ഫോർ ദിസ് മെറ്റീരിയൽ ഓൾസോ and for the content delivery also. So there is some effort behind it. So ആ effort continue ചെയ്യണം എന്നുണ്ടെങ്കിൽ for every man there should be a motivation. ഇപ്പോൾ നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മോക്ക് ടെസ്റ്റ് എടുക്കണം എന്ന് നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ മെൻറ്റർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം. സോ for our team, it's your support, it's your sharing this content to the most people, trying to reach it out to the maximum aspirant community. ഇങ്ങനെ നിങ്ങൾ ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്നു എന്ന് അറിയുമ്പോഴാണ് വി ആർ ഓൾസോ ഗെറ്റിംഗ് മോട്ടിവേറ്റഡ്. സോ ഐ എം റിക്വസ്റ്റിംഗ് യു to promote this particular initiative, and please do let us know your feedback about this program. ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ദയവേദിടുക. ഹൗ യു ആർ ഫീലിംഗ് അബൌട്ട് ദിസ് പ്രോഗ്രാം സോ ദാറ്റ് വി വിൽ ബി ഹാപ്പി. ആൻഡ് ഹിയർ വി ഗോ വിത്ത് ടുഡേയ്സ് ഫസ്റ്റ് ആർട്ടിക്കിൾ. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിള് ലഡാക്കിൽ പുതിയ 5 ഡിസ്ട്രിക്റ്റുകൾ ഫോം ചെയ്തിരിക്കുകയാണ്. പുതിയ 5 ഡിസ്ട്രിക്റ്റുകൾ അമിത്ഷാ അനൗൺസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്കിത് സിലബസിലേക്ക് പൊളിറ്റി ഭാഗത്തേക്കാണ് ലിങ്ക് ചെയ്യാൻ പറ്റുക. അതായത് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഹുഡിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ലഡാക്കിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു 5 ജില്ലകൾ പുതുതായി അവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു പരീക്ഷയുടെ പെർസ്പെക്റ്റീവിൽ, ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ എക്സാമിനേഷൻ, what we need to understand is that, see, for creating a district, who have that particular role to do, whether central government or state government. സെൻട്രൽ ഗവൺമെൻറ്റിനാണോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണോ ഇത്തരത്തിൽ ഡിസ്ട്രിക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളത്? അവിടെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എന്തെല്ലാം റൂളുകളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് സോ നമ്മളിവിടെ നോക്കാൻ പോവുകയാണ്. ഇവിടെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇറ്റ്സ് ദ സെൻട്രൽ ഗവൺമെൻറ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് ഡൂയിങ്. ഇവിടെ നമ്മൾ പറയുന്നത് ഓരോ സംസ്ഥാനങ്ങളിൽ, സ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ പുതിയ ജില്ലകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇത്തരത്തിൽ ഒരു ജില്ല ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടുകളില്ല, വലിയ പ്രൊസീജിയേഴ്സ് ഇല്ല. വെറും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയും അല്ലെങ്കിൽ ഒരു നിയമം വഴിയും, 2 രീതിയിൽ, ഒരു നിയമം പാസ്സാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയോ ഇത്തരത്തിൽ പുതിയ ജില്ലകൾ ഫോം ചെയ്യാനുള്ള അവകാശം സ്റ്റേറ്റ് അസംബ്ലിക്കുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. പല സംസ്ഥാനങ്ങളും ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മാത്രമാണ് പുതിയ സംസ്ഥാനങ്ങളുടെ ഫോർമുലേഷൻ ചെയ്യുന്നത്. ഇങ്ങനെ ഈ അവകാശം സംസ്ഥാന ഗവൺമെൻറ്റിനാണെങ്കിലും ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിനും ചെറിയ റോളുകളുണ്ട്. ഡിസ്ട്രിക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, ഓൾട്ടറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് പങ്കില്ലെങ്കിലും നെയിം ചേഞ്ചസ് വരുന്ന സമയത്ത്, അതായത് ഒരു ജില്ലയുടെയോ, ഡിസ്ട്രിക്റ്റ് ക്രിയേഷൻ അല്ല, ഒരു ജില്ലയുടെ പേരോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരോ മാറ്റുന്ന സമയത്ത് അത് ഹോം മിനിസ്ട്രിക്ക് അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. മാത്രമല്ല വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ക്ലിയറൻസ് ആവശ്യമാണ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്, ഇൻ്റലിജൻസ് ബ്യൂറോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, ജിയോഗ്രഫിക്കൽ സർവേ ഓഫ് ഇന്ത്യ, റെയിൽവേ മിനിസ്ട്രി, ഇവിടെ നിന്നെല്ലാം ക്ലിയറൻസ് ആവശ്യമാണ്. ഒരു NOCയും ആവശ്യമാണ് ഒരു പുതിയ ഡിസ്ട്രിക്റ്റിൻ്റെ
നെയിം ചേഞ്ച് ഒക്കെ വരുന്ന അവിടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും ആഫ്റ്റർ എക്സാമിനിങ് ദ റെസ്പോൺസസ് ഫ്രം ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് റിസീവ്സ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്സ് ടു പ്രൊസീഡ് വിത്ത് ദ നെയിം ചേഞ്ച് ഓർ ക്രിയേഷൻ ഓഫ് എ ന്യൂ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഒരു പുതിയ ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കാനുള്ള പരമാധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെങ്കിലും ചില NOCസും സെൻട്രൽ ഗവൺമെൻറ്റിന് ഇപ്പോൾ അത് റെയിൽവേ സ്റ്റേഷൻ്റെ പേരുകൾ മാറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജില്ലയുടെ പേര് മാറ്റുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിന് ചില സ്റ്റേക്ക് ഹോൾഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആൻഡ് എന്തുകൊണ്ട് പുതിയ ജില്ലകൾ വേണമെന്നുള്ള ആവശ്യം വരുന്നു? പുതിയ ജില്ലകൾ വേണം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ മലപ്പുറം 2 ജില്ലയാക്കണം എന്ന ആവശ്യമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയാണ്. കാരണം വലിയ ജില്ലയാകുമ്പോൾ അത് അഡ്മിനിസ്ട്രേഷന് ബുദ്ധിമുട്ടാണ്. കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡുകളെല്ലാം ഇരിക്കുന്നത് ഒരുപാട് ദൂരത്തു നിന്നായിരിക്കും. അപ്പോൾ ഒരു ഡിവൈഡ്, ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്കുള്ള ഒരു ഡിവൈഡ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം പ്രധാനമായിട്ടും അപ്പോൾ ചെറിയ ജില്ലകളാകുമ്പോൾ അവിടെ നമുക്ക് എഫിഷ്യൻ്റ് ആയിരിക്കും കുറച്ചും കൂടെ. ഓഫീഷ്യൽസിന് വിസിറ്റ് ചെയ്യാനും കാര്യങ്ങൾ അവിടുത്തെ സിറ്റിസൻസിനെ നേരിട്ട് കാണാനും അവരിലേക്ക് ആ ഒരു ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഒക്കെ പോസിബിൾ ആയിരിക്കും. പക്ഷേ ജില്ല വലുതാവും തോറും ഇതെല്ലാം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു മെയിൻ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ലഡാക്കിൽ പുതിയ സംസ്ഥാനത്തിന് വേണ്ടിയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിലും 3 ജില്ലകൾ ലഡാക്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് എ UT ബേസിക്കലി. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ജില്ലകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരമാധികാരം ആർക്കാണ്? അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തന്നെയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയോ ഒരു നിയമം വഴിയോ അത് പാസ് ചെയ്യാം. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റിന് ചില റോളുകളുണ്ട്. ജില്ലയുടെ പേര് മാറ്റുകയാണെങ്കിൽ, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റുകയാണെങ്കിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് ചില റോളുകളുണ്ട്. അതുപോലെ ചില NOCകളും ആവശ്യമായിട്ടുണ്ട്. നമ്മൾ അടുത്ത ഒരു ആർട്ടിക്കിൾ, ബംഗാൾ ഹാസ് നോ സെറ്റപ്പ് ന്യൂ കോഡ്സ് ഫോർ റേപ്പ് കേസസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-ൽ വെൽഫെയർ സ്കീംസ് ഫോർ വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദ പോപ്പുലേഷൻ ബൈ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന, അതായത് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള വൾണറബിൾ സെക്ഷൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സ്കീംസുകളെ കുറിച്ചൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് സിലബസിലേക്ക് വരുന്നത്. ഇനി ഈ ഒരു വാർത്തയ്ക്ക് കാരണമായിട്ടുള്ളത് സെൻട്രൽ മിനിസ്റ്റർ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിനെ വിമർശിക്കുകയാണ്. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടുകൾ, പോക്സോ കേസസ് ഹാൻഡിൽ ചെയ്യാനുള്ള, റാപ്പ് കേസസ് ഹാൻഡിൽ ചെയ്യാനുള്ള പോക്സോ ആക്ടിൻ്റെ കീഴിലുള്ള ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഫെയിൽ ആവുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് 123ഓളം അത്തരത്തിലുള്ള സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളായിട്ടുള്ള കോർട്ടുകളെ അലോക്കേറ്റ് ചെയ്തിട്ടും അത് നിലവിൽ ഓപ്പറേഷണൽ ആയിട്ടില്ല. ആ കാരണത്താൽ ഈ വെസ്റ്റ് ബംഗാളിനെ നിശിതമായി വിമർശിക്കുകയാണ് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നത്. ഇനി വെസ്റ്റ് ബംഗാളിനെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 48,600ഓളം റേപ്പ് കേസുകൾ പോക്സോ കേസസിൻ്റെ കീഴിലുണ്ട്. അപ്പോൾ ഇത് ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വന്നത് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കാനാണ്. പക്ഷേ 48,600 റാപ്പ് കേസുകൾ സ്റ്റിൽ ഇറ്റ് ഈസ് പെൻഡിങ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഇനി എന്താണ് ഈ FTSC സ്കീം എന്ന് പറയുന്നത്? 2009 ഇത് ലോഞ്ച് ചെയ്തത്. വെസ്റ്റ് ബംഗാളിൽ മാത്രമായി 123ഓളം ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകളുണ്ട്. ഇനി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടുകളെ കുറിച്ച് നോക്കാം. എന്താണ് അതിൻ്റെ പ്രൊവിഷൻ, എന്നാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടുകൾ ഒരു സെൻട്രൽ സ്പോൺസേഡ് സ്കീമാണ്. 2019 കൊണ്ടുവരുന്നത്. പോക്സോ ആക്ടിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള റാപ്പ് കേസുകൾ തടയാനും ഈ ഇത്തരത്തിലുള്ള കുറ്റവാളികൾക്ക് ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ പെട്ടെന്ന് അത് ട്രയൽ കഴിഞ്ഞ് ശിക്ഷ കൊടുക്കാനും അതുവഴി സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കാനൊക്കെയാണ് ഇത് ഫോം ചെയ്തത്. ഇത് നിലവിൽ 2023 വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തത്. പക്ഷേ സ്റ്റിൽ കേസസ് പെൻഡിങ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ 2026 വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1952.23 കോടി രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു നിർഭയ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഫോം ചെയ്തത് വിമൻ്റെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടിയാണ്. അപ്പോൾ ഈ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ടുകൾക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഷെയർ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നത് ഈ നിർഭയ ഫണ്ടിൽ നിന്നാണ്. ഈ നിർഭയ ഫണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് നിർഭയ ഫണ്ട്. സോ ഈ FTCSC എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോർട്ടാണ്, ഒരു സ്പെഷ്യൽ കോർട്ട്. എത്രയും പെട്ടെന്ന് ഇത്തരം കേസുകൾ
ഡിസ്പോസ് ചെയ്യാനും അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കേസുകൾ ഹിയർ ചെയ്യാനും അതിൽ ജഡ്ജ്മെൻറ്റ് വരാനും ഒക്കെയുള്ള ഒരു സംവിധാനമാണ് പോക്സോ ആക്ടിൻ്റെ കീഴിൽ കൊണ്ടുവന്നതാണ്. ദെൻ ഇതിൻ്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണ്. ആൻഡ് ഇതിൽ പ്രധാനമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളും ഇതിൽ ഭാഗവാക്കാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ ചില സംസ്ഥാനങ്ങളിൽ അതിൻ്റെ എലോക്കേഷൻസും അല്ലെങ്കിൽ FTCS ഒക്കെ എലോക്കേറ്റ് ചെയ്തിട്ടും അത് ഫങ്ഷണൽ അല്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. ഇനി ഈ FTCSനെ കുറിച്ചിട്ട് നമുക്കൊരു കണക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് ഏകദേശം ഇന്ത്യയിൽ നിലവിൽ 761 ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകളാണ് ഓപ്പറേഷണലൈസ്ഡായിട്ടുള്ളത്. അതിൽ 414 എക്സ്ക്ലൂസീവ് പോക്സോ കോർട്ടുകളാണ്, കുട്ടികളുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ കേസുകൾ അന്വേഷിക്കുന്ന കോടതികളാണ്. അപ്പോൾ ഇതൊരു ഫാക്റ്റാണ് നമുക്ക് എഴുതാൻ പറ്റിയത്. ഇനി ഈ ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ കൊണ്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു നാഷണൽ കമ്മിറ്റ്മെൻ്റ് ആണ്. ജെൻഡർ ബേസ്ഡ് വയലൻസ് തടയാനുള്ള പെൻഡിങ് കേസസ്, ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ശാപമാണ് പെൻഡിങ് കേസസ്. അതേപോലെ ജസ്റ്റിസ് എത്രയും പെട്ടെന്ന് അവൈലബിൾ ആക്കുക, കേസ് ലോഡ് കുറയ്ക്കുക. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകളുടെ ഉദ്ദേശം. പോക്സോ കേസിനെ കുറിച്ചും പറഞ്ഞു. എത്ര ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ ഓപ്പറേഷണലൈസ്ഡ് ആണ്, അതിലെത്ര എണ്ണം എക്സ്ക്ലൂസീവ് പോക്സോ കോർട്ടുകളാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വാർത്തയുടെ ആധാരം വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിനെ മിനിസ്റ്റർ ക്രിട്ടിസൈസ് ചെയ്തതാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകളും പോക്സോ കോർട്ടുകളും എന്തിന് ഇത് ആവശ്യമാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ഒരു ആർട്ടിക്കിൾ സുപ്രീം കോർട്ടിൻ്റെ ഒരു ഒബ്സർവേഷനാണ്. സുപ്രീം കോർട്ട് പറയുന്നത് ഒരാൾക്കും ഇപ്പോൾ ജാമ്യം നിൽക്കാൻ ഒരു വിശ്വസ്തനായ ഒരാളെ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരാൾക്ക് ജാമ്യം നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അയാളിൽ വിശ്വാസം വേണം, അയാൾക്ക് എന്നിൽ വിശ്വാസം വേണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ഒരു ബെയിലിന് ആളെ കണ്ടെത്തുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരനായ ഒരാൾക്കെല്ലാം പലപ്പോഴും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ സുപ്രീം കോടതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാമ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്ക് ഇത്തരത്തിൽ ഒരു ഷുവറിറ്റി ഉള്ള ഒരാളെ അദ്ദേഹത്തിൻ്റെ ബെയിലിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ബെയില് നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ സുപ്രീം കോർട്ട് പറയാൻ കാരണം ഈ ബെയില് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടാണ് സുപ്രീം കോർട്ട് പലപ്പോഴും കാണുന്നത് അണ്ടർ ആർട്ടിക്കിൾ 21 കീഴിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഒബ്സർവേഷനാണ് സുപ്രീം കോർട്ട് നടത്തിയിരിക്കുന്നത്. സോ നൗ ലെറ്റ് സീ മോർ ഇൻ ടു ഡീറ്റെയിൽ. ബേസിക്കലി ഇവിടെ പ്രധാനമായിട്ട് വരുന്ന ഒന്നെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞത് എന്താണ്, എനിക്കൊരാളെ കണ്ടെത്താൻ പറ്റുന്നില്ല, എനിക്ക് ജാമ്യം നിൽക്കാൻ എന്നെ വിശ്വാസമില്ല, പക്ഷെ അതുകൊണ്ട് മാത്രം എന്താവരുത്, എൻ്റെ ജാമ്യം നിഷേധിക്കരുത്. ഇത്തരത്തിൽ ജഡ്ജസ് ഈ ബെയിൽ കേസസ് വരുമ്പോൾ കൃത്യമായിട്ട് അവിടെ 2 കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യണം. ലീഗൽ പ്രോസസ്സ് കൺസിഡർ ചെയ്യണം, ദർ ഈസ് നോ ഡൗട്ട്. പക്ഷേ അവിടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റും കൂടി, ഇത് രണ്ടും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ബെയിലുകൾ അലോ ചെയ്യേണ്ടത്. ഇവിടെ ഡിസ്കഷനിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഈ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ടോക്സ് അബൌട്ട് ദ life and personal liberty. Now let's quickly go into the little bit more detail into the article 21. So what does article 21 says? That no person shall be deprived of his life or personal liberty except according to procedure established by law. ഒരു നിയമത്തിൻ്റെ മുൻപിലല്ലാതെ, ഒരു നിയമാനുസൃതമല്ലാതെ ഒരാളുടെയും ജീവനെയോ ജീവിതത്തെയോ അപഹരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോടതി തൂക്കിലേറ്റാൻ പോകുമ്പോൾ അവിടെ നമുക്ക് ആർട്ടിക്കിൾ 21 പറയാൻ പറ്റില്ല, കാരണം അത് ബൈ ലോ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ വേറെ ഒരു കാരണവശാലും ഒരാളുടെയും ലൈഫും ലിബർട്ടിയും എന്ത് ചെയ്യാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റൈറ്റ് ടു ലൈഫും റൈറ്റ് ടു ഡിഗ്നിറ്റി, റൈറ്റ് ടു ലിബർട്ടി, ഇതെല്ലാം എല്ലാവർക്കും, നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. അത് സിറ്റിസൺ ആവട്ടെ, അത് ഫോറിനർ ആവട്ടെ. ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈ സിറ്റിസൺസിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ മനുഷ്യാവകാശത്തെയും നമ്മുടെ ഡിഗ്നിറ്റിയെയും നമ്മുടെ റൈറ്റ് ടു ലൈഫിനെയും നമ്മൾ എക്സ്ക്ലൂസീവായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന സിറ്റിസൺസിനായാലും ഫോറിനേഴ്സിനായാലും വി ആർ ഗിവിങ് ദിസ് പെർട്ടിക്കുലർ റൈറ്റ് ടു ലൈഫ്. ഓക്കെ, അപ്പോൾ 2 ആംഗിൾസ് ആണ് റൈറ്റ് ടു ലൈഫിനുള്ളത്. റൈറ്റ് ടു ലൈഫ്, അതേപോലത്തെ റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി, ഇൻഡിവിജ്വൽ പേഴ്സണൽ ഫ്രീഡവും അപഹരിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഈ റൈറ്റ് ടു ലൈഫിന് ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ട്. പലപ്പോഴും പല കേസുകളിലൂടെയാണ് ഇത് ഉൾത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ 2 ജഡ്ജ്മെൻറ്റുകൾ, 2 കേസുകൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിലൊന്ന് AK ഗോപാലൻ കേസാണ്. ഈ AK ഗോപാലൻ കേസിലാണ് ആർട്ടിക്കിൾ 21 ഇറ്റ് ഹാസ് നാരോലി സജസ്റ്റിംഗ് ദാറ്റ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ
referred strictly to any legal procedure irrespective of its fairness. It was influenced by the British concept of personal liberty rather than the American course of due process. ഇവിടെ ഈ കേസിൽ കോടതി പറഞ്ഞ ഒന്നായിരുന്നു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് കൃത്യമായിട്ട് ഒരു ലീഗൽ പ്രൊസീജിയർ സ്ട്രിക്ട്ലി ടു എനി ലീഗൽ പ്രൊസീജിയർ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് ഫെയർനെസ് എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നത് AK ഗോപാലൻ കേസ്. പിന്നീട് മനേക ഗാന്ധി കേസുണ്ട് ആർട്ടിക്കിൾ 21 കുറിച്ച് പറഞ്ഞ്. ഈ ആർട്ടിക്കിൾ ഇവിടെ ഈ മനേക ഗാന്ധി കേസിലാണ് ഈ ആർട്ടിക്കിൾ 21 ഇറ്റ് ഷുഡ് ബി റൈറ്റ്, ജസ്റ്റ് ആൻഡ് ഫെയർ, നോട്ട് ആർബിട്രറി, അൺഫെയർ ഓർ റീസണബിൾ എന്ന് പറയുന്നത്. ആൻഡ് നൗ ആർട്ടിക്കിൾ 21 കീഴിൽ പലപ്പോഴായിട്ട് കോടതികൾ ഈ രണ്ട് കേസുകളും നിങ്ങൾക്ക് മെയിൻസ് പരീക്ഷയിൽ ആർട്ടിക്കിൾ 21 കുറിച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ വെച്ച രണ്ട് ആർട്ടിക്കിളാണ്. ഓക്കെ, ആൻഡ് ഇവിടെ എന്തൊക്കെ ഡയമെൻഷൻസിൽ നമുക്ക് ഇതിന് വായിക്കാം? ആർട്ടിക്കിൾ 21 വായിക്കാം. റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ഗോ എബ്രോഡ്, റൈറ്റ് ടു ഷെൽട്ടർ, റൈറ്റ് അഗെയിൻസ്റ്റ് സോളിറ്ററി കൺഫൈൻമെൻറ്റ്, റൈറ്റ് ടു സോഷ്യൽ ജസ്റ്റിസ്, റൈറ്റ് അഗെയിൻസ്റ്റ് ഹാൻഡ് കഫിംഗ്, റൈറ്റ് അഗെയിൻസ്റ്റ് കസ്റ്റോഡിയൽ ഡെത്ത്, റൈറ്റ് അഗെയിൻസ്റ്റ് ഡിലേഡ് എക്സിക്യൂഷൻ, റൈറ്റ് ടു ഡോക്ടേഴ്സ് അസിസ്റ്റൻസ്, റൈറ്റ് അഗെയിൻസ്റ്റ് പബ്ലിക് ഹാങ്ങിങ്, പ്രൊട്ടക്ഷൻ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ്, റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ വാട്ടർ. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവനെയും നമ്മുടെ ഡിഗ്നിറ്റിയെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക്. ഇതും ഫിക്സ്ഡ് അല്ല കേട്ടോ. പല സമയങ്ങളിലും കോടതി പല ജഡ്ജ്മെൻറ്റുകളിലൂടെ ഇതിൻ്റെ സ്കോപ്പ് എന്ത് ചെയ്യാറുണ്ട്, എൻഹാൻസ് ചെയ്യാറുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതിന് പ്രത്യേക ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ബെയിലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ബെയിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടാണ് ഈ ആർട്ടിക്കിൾ 21 വന്നത്. സോ ഇവിടെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ബെയിലുകൾ തടഞ്ഞു നിർത്താൻ കോടതികൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നത്, ഇവൻ തോ ഇത് അയാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രധാനമായിട്ടും സുപ്രീം കോർട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നത് അത്തരത്തിലൊരു ഷുവറിറ്റി ഉള്ള ഒരാളെ കിട്ടുന്നില്ല എന്നതുകൊണ്ട് ഒരാളുടെ ആർട്ടിക്കിൾ 21 ഭാഗമായിട്ട് വരുന്നതാണ് ഈ ബെയിൽ എന്ന് പറയുന്നത്. അതിനൊരിക്കലും കോടതികൾ അക്കാരണമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അടുത്ത ഒരു ആർട്ടിക്കിൾ നമുക്ക് വരുന്നത് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഡിഫൈൻസ് ലിറ്ററസി, ഫുൾ ലിറ്ററസി ഇൻ പുഷ് ഫോർ അഡൽട്ട് ലിറ്ററസി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. ഇതിൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഇതൊരു 5 വർഷത്തെ ഇനീഷ്യേറ്റീവാണ്. വിച്ച് ഈസ് ഫോക്കസിങ് ഓൺ എൻഹാൻസിങ് അഡൽട്ട് ലിറ്ററസി അക്രോസ് ദ കൺട്രി. അഡൽട്ട് ലിറ്ററസി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു 5 ഇയർ പ്രോഗ്രാമാണ് ഫ്രം 20 to 2027. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ലിറ്ററസി എന്താണ്, ഫുൾ ലിറ്ററസി എന്താണെന്നൊക്കെയുള്ള ഡെഫിനിഷൻസ് ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ട്. സോ വി വിൽ ഹാവ് സം അണ്ടർസ്റ്റാൻഡിങ് റിഗാർഡിങ് വാട്ട് ഈസ് ഇറ്റ് ദ ഗവൺമെൻറ് ഈസ് ടെല്ലിങ് അബൌട്ട് ലിറ്ററസി, ഫുൾ ലിറ്ററസി, അതിന് ഗവൺമെൻറ് കൊടുക്കുന്ന ഡെഫിനിഷൻസ് എന്താണ്. ഇത് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. വിച്ച് ഐ ഹാവ് ഓൾറെഡി ടോൾഡ്, ഒരു 5 ഇയർ ഇനീഷ്യേറ്റീവാണ്. 22 to 27 അതിൻ്റെ കാലയളവ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് 1 കോടി ലേണേഴ്സിനെ, 15 വയസ്സിന് മുകളിലുള്ള 1 കോടി ലേണേഴ്സിനെ ഓൺബോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇവിടെ ഈ ഡെഫിനിഷൻ ലിറ്ററസി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് എബിലിറ്റി ടു റീഡ്, റൈറ്റ് ആൻഡ് കമ്പ്യൂട്ട് വിത്ത് കോംപ്രിഹെൻഷൻ ഇൻക്ലൂഡിങ് ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസ് ലൈക്ക് ഡിജിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിലിംസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഫുൾ ലിറ്ററസി എന്ന് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഡിഫൈൻ ചെയ്യുന്നത് 95% ലിറ്ററസിക്ക് മുകളിലുള്ള സംസ്ഥാനമോ യൂണിയൻ ടെറിട്ടറിയോ, അത് 100% എന്നതിന് തുല്യമാണ്. അത്തരം സംസ്ഥാനങ്ങളെയും UTസിനെയുമാണ് ഫുൾ ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ലിറ്ററസി, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് എന്ന്. ഇനി ചില ഡാറ്റകൾ ഇവിടെ പറയുന്നുണ്ട്. 2023 ഡാറ്റ വെച്ച് പറയുകയാണെങ്കിൽ ഈ ഇത്രയും 2023 24 ഡാറ്റ വെച്ച് പറയുമ്പോൾ ഇത്രത്തോളം ഏകദേശം 82.57 ആൾക്കാർ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു ലേറ്റസ്റ്റ് ഡാറ്റ വെച്ചിട്ട്. ഓക്കെ, സോ ഈ ഡാറ്റയും നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസറുകളിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇന്ത്യയിൽ ഒരുപാട് ചലഞ്ചുകൾ ഉണ്ട്. ആ ചലഞ്ചുകൾ കൂടി വരികയാണ്. കാരണം ബേസിക് ഫൗണ്ടേഷൻ, ലിറ്ററസി, ഇതൊന്നും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വന്ന നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണെങ്കിലും NEP ഒക്കെ ആണെങ്കിലും അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ
വലിയ രീതിയിൽ ലിറ്ററസി ഡെഫിഷ്യൻസി, ന്യൂമറസി ഡെഫിഷ്യൻസി നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ഇന്ന് മൊബൈൽ യുഗമാണ്, ഗൂഗിൾ പേ, ഫോൺ പേ, അത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിലും അതുപോലെ ജോബ് ആപ്ലിക്കേഷൻസിലും അതുപോലെ നമ്മുടെ അവകാശങ്ങൾ മനസ്സിലാക്കുന്നതിലും ഇതിലൊക്കെ നമുക്ക് ഈ ലിറ്ററസി ഇല്ലാത്തത് നമ്മളെ ബാധിക്കും എന്നാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ആർട്ടിക്കിൾ ഹിയർ ഇറ്റ് ഈസ് റിഗാർഡിങ് നമ്മുടെ മൂണിനെ കുറിച്ചാണ്, which talks about the Pragyan rover and the findings it has brought to us. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രഗ്യാൻ റോവർ കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന്. സോ പ്രഗ്യാൻ റോവറിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയുകയാണെങ്കിൽ ഇത് ചന്ദ്രയാൻ 3 മിഷൻ്റെ ഭാഗമാണ്. ഓഗസ്റ്റ് 23 അവിടെ എത്തി, കുറച്ച് ദിവസം അവിടെ പഠനം നടത്തി, പിന്നീട് അത് എന്ത് ചെയ്തു, അതൊരു സ്ലീപ്പിംഗ് മോഡിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ ചില കണ്ടുപിടുത്തങ്ങൾ ഈ മിഷൻ അല്ലെങ്കിൽ പ്രഗ്യാൻ റോവർ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ ചന്ദ്രയാൻ 3 മിഷനിലൂടെ കണ്ടുപിടിച്ചത് നമ്മുടെ മൂണിൻ്റെ ഒറിജിൻ ഒരു ഏൻഷ്യൻ്റ് ഓഷ്യൻ ഓഫ് മാഗ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് മുൻപ് അപ്പോളോ മിഷൻസും ലൂണ മിഷൻസും ഓൾറെഡി ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഒരു ഫെറോൺ അനോർത്തോസൈറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് റോക്ക് നമ്മൾ ലൂണാർ സോയിലിൽ നിന്നും നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് വിച്ച് ഈസ് ആക്ച്വലി ഹിൻഡിങ് ടുവേർഡ്സ് ദാറ്റ് ദർ വെർ എൻ ഏൻഷ്യൻ്റ് ഓഷ്യൻ ഓഫ് മാഗ്മ. അത് കവർ ചെയ്തിരുന്നു നമ്മുടെ മൂൺസിൻ്റെ സർഫേസിനെ എന്നുള്ള ഒരു കണ്ടുപിടുത്തമാണ് നമുക്കിതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇത് മുൻപ് നാസയും ഇതേ ഫൈൻഡിങ്സ് കൊണ്ടുവന്നിരുന്നു. നൗ നമ്മുടെ ഇന്ത്യയിലെ മിഷൻ തന്നെ ഇത്തരത്തിൽ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ അത് മൂണിൻ്റെ എത്രത്തോളം മൂണുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫൈൻഡിങ് നമ്മുടെ മിഷൻ കൊണ്ട്, ചന്ദ്രയാൻ മിഷൻ കൊണ്ട്, റോവർ കൊണ്ട് ഇതാ നമ്മളും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ദെൻ കംസ് നെക്സ്റ്റ് ആർട്ടിക്കിൾ, നോ മോർ ഡിലേസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇത് കാസ്റ്റ് എന്യൂമറേഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ കഴിഞ്ഞ വർഷം നടക്കേണ്ട, മീൻസ് ലാസ്റ്റ് 2021 നടക്കേണ്ട സെൻസസ് നടന്നിട്ടില്ല. ആ സെൻസസ് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കാസ്റ്റ് സെൻസസ് എന്നും അല്ലെങ്കിൽ കാസ്റ്റ് കോളം, കാസ്റ്റ് എന്യൂമറേഷൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾ പ്രധാനമായിട്ട് പറയുന്നതും അത് നല്ലതാവാം കാസ്റ്റിൻ്റെ കോളം കൊണ്ടുവരുന്നത്, പക്ഷേ സെൻസസ് ഇനിയും ഡിലേ ആയിക്കൂടാ എന്നുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്. കാരണം സെൻസസ് ഇനിയും ഡിലേ ആയി കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് പോളിസീസിനെയും സ്കീംസിനെയും, പ്രത്യേകിച്ച് ഫുഡ് സെക്യൂരിറ്റി ആക്ട് അല്ലെങ്കിൽ ജോബ് ക്രിയേഷൻ പ്രോഗ്രാമുകൾ. കാരണം ഈ സെൻസസ് നടന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എത്ര പേര് പോവർട്ടി ലൈന് താഴെയുണ്ട്, എത്ര പേര് അൺഎംപ്ലോയിഡ് ആണ് എന്നുള്ള കൃത്യമായ കണക്ക് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വരുന്ന പഠനങ്ങളും റിപ്പോർട്ടുകളും ഒരു സാമ്പിളാണ്, ഒരു 10, 100, 1000 പേരോ ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന കണക്കുകളാണ്. പക്ഷേ സെൻസസ് കൃത്യമായി നടന്നാലേ നമുക്ക് അതിൽ നിന്നും കൃത്യമായ കണക്കുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ സെൻസസ് എത്രയും പെട്ടെന്ന് നടക്കണം എന്നുള്ളതാണ്. അതിൽ കാസ്റ്റിൻ്റെ കോളത്തിനെ കുറിച്ച് വിമർശനം ഒന്നും പറയുന്നൊന്നുമില്ല, ദാറ്റ് ഈസ് വെൽക്കംഡ്. പക്ഷേ ഇവിടെ പറയുന്നത് ഈ കാസ്റ്റ് കോളം വരുന്ന ഇനിയും അതിനൊരുപാട് സമയമെടുത്ത് സെൻസസ് നീളാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോവിഡിൻ്റെ കാരണം പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ നീണ്ടുപോയത്. പക്ഷേ അതേ സമയത്ത് തന്നെ പല രാജ്യങ്ങളും കോവിഡിന് ശേഷം അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ സെൻസസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മളുടെയൊക്കെ ഒരു പൊസിഷൻ, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഇപ്പോൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ കൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളും കോവിഡിന് ശേഷം സെൻസസ് കണ്ടക്ട് ചെയ്തു. പക്ഷേ ഇന്ത്യ യമൻ, സിറിയ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നമുക്ക് എന്താ പറയുക, എക്കണോമിക് ക്രൈസിസ് ഇല്ല, കോൺഫ്ലിക്റ്റ് ഇല്ല. പക്ഷേ ഇതെല്ലാമുള്ള രാജ്യങ്ങൾ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മളും ഇത്തരത്തിൽ സെൻസസ് കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് പോളിസി ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം പ്രധാനപ്പെട്ട ഒന്നാണ്. സോ that's it. Then comes the next article is the heavy shackles of fear and vigilance എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിളിൽ സംസാരിക്കുന്നത് വിമൻ സെക്യൂരിറ്റിയെ കുറിച്ചാണ്. വിമൻ സെക്യൂരിറ്റിയെ കുറിച്ചെന്ന് പറയുമ്പോൾ വിമൻ സേഫ്റ്റി, ഇന്ത്യയിലെ വിമൻ സേഫ്റ്റി കുറഞ്ഞു വരികയാണ്. ഫിസിക്കലി ഉള്ള അറ്റാക്ക്, അതുകൊണ്ടുണ്ടാകുന്ന വൂണ്ടിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഇന്ന് സംഭവിക്കുന്നത് അവരുടെ സൈക്കോളജിക്കൽ ഇഫക്റ്റ് മൂലമുണ്ടാകുന്ന ഇത്തരം ഇൻസിഡൻസ് കൊണ്ട് അത് അനുഭവിച്ചവർക്കും
അവരുടെ അടുത്തവർക്കും മൊത്തത്തിൽ ഒരു വിമൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് തീർച്ചയായിട്ടും ഇവരുടെ പാർട്ടിസിപ്പേഷനെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ പാർട്ടിസിപ്പേഷനെ ബാധിക്കുന്നു, ഇവർക്ക് പേടിയാവുന്നു. മാത്രമല്ല അവരുടെ ഫാമിലീസ് പലപ്പോഴും അവരെ കോളേജസുകളിലേക്കും വിടാത്ത രീതിയിൽ അവരുടെ കരിയർ, ഇഷ്ടപ്പെട്ട കരിയർ ഒരു പക്ഷേ ഒരു നല്ല സ്ഥലത്താണ്, പക്ഷേ ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ അതിന് വിടാനുള്ള സാധ്യതയില്ല. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇൻ്റർ ജനറേഷണൽ എഫക്റ്റ് കൂടി ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തലമുറയിൽ ഇങ്ങനെയെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് നാളെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളും അവരതിൽ നിന്നും ഇതെല്ലാം സൊസൈറ്റിയിൽ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതിലേക്കൊക്കെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വനിതകൾക്ക് സംരക്ഷണം ഇല്ലാതാകുമ്പോൾ ഇതെല്ലാം ഇത് ബാധിക്കുന്നുണ്ട്. ഇതിൽ ഫിസിക്കലി അവരെ ബാധിക്കുന്നു, ഇതിനേക്കാൾ കൂടുതൽ മെൻ്റലി അവരെ ബാധിക്കുന്നു. മെൻ്റലി അവരെ ബാധിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും ഇതിൽ നിന്നെല്ലാം പിന്നോട്ട് വരുന്നു. അവർക്ക് അവരുടെ സേഫ്റ്റിയും ഡിഗ്നിറ്റിയും ആണ് ഏറ്റവും വലുത്. മറ്റൊന്ന്, ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റഡ് ആവുന്നത് ഓൾറെഡി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ലോവർ കാസ്റ്റിൽ നിന്നുള്ള, ലോവർ ക്ലാസ്സിൽ നിന്നുള്ള, അല്ലെങ്കിൽ മൈനോറിറ്റി റിലീജിയൻസിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ ഇത് സിവിയറിറ്റി ആയിട്ട് ഇത് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണ്? ഇതിന് എത്രയും പെട്ടെന്ന് സൊല്യൂഷൻസ് കാണണം. ഇതിൽ കേവലം നമ്മൾ ടാസ്ക് ഫോഴ്സ് കൊണ്ടുവരുന്നു എന്നുള്ളതിലല്ല, കൃത്യമായിട്ട് ഇത് ഇല്ലാതിരിക്കാൻ, ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഇല്ലാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന്. കാരണം അല്ലെങ്കിൽ ഇത് വിമൻ്റെ ഫിസിക്കലും മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കുന്നു. അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുമ്പോൾ അവരുടെ റെപ്രസെൻറ്റേഷൻ കുറയുന്നു, അത് ഇൻ്റർ ജനറേഷണൽ എഫക്റ്റ് ഉണ്ടാക്കുന്നു, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അത് തീർച്ചയായിട്ടും ഈ ജെൻഡർ ഡിവൈഡ് രൂക്ഷമാക്കുകയും ചെയ്യുന്നു. അടുത്ത ഒരു ആർട്ടിക്കിൾ ക്രൈം ഹെൽത്ത് വർക്കർ സേഫ്റ്റി ആൻഡ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. And this article is talking again about the safety of the health care workers. പല ദിവസങ്ങളായിട്ട് നമ്മളിത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവിടെയും ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇത്തരത്തിൽ ഈ ഹോസ്പിറ്റലുകളിൽ സുരക്ഷ കുറവായതിൻ്റെ പ്രധാന കാരണം കറപ്ഷൻ എന്നാണ് പറയുന്നത്. ഈ കറപ്ഷൻ പല രാജ്യങ്ങൾക്കും പല സംസ്ഥാനങ്ങൾക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് അവർ സ്വയം കണ്ടെത്തുന്ന ഫണ്ട്, സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട്, ഇതെല്ലാം പലപ്പോഴും കറപ്ഷൻ വഴി പലരുടെയും കീശയിലേക്ക് പോകുന്നു. അത്തരത്തിലുള്ള കറപ്ഷനാണ് പലപ്പോഴും ഇത്തരം ഹോസ്പിറ്റലുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ, ടെൻഡർ വിളിക്കുന്നു, പണി നടക്കുന്നു, ഇടിഞ്ഞു വീഴുന്നു, ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നു, ഇങ്ങനെ പലതും നമ്മൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ കറപ്ഷൻ എന്ന് പറയുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു സേഫ്റ്റി കുറവിൻ്റെ പ്രധാന കാരണമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല കേട്ടോ, WHO ഒരു കണക്ക് കൂടിയുണ്ട്. WHO പറയുന്നത് ഏകദേശം ഈ കറപ്ഷൻ കാരണം നമ്മുടെ ഗ്ലോബൽ ഹെൽത്ത് സെക്ടറിന് $455 ബില്യൺ കോസ്റ്റാണ് എല്ലാ വർഷവും ഉണ്ടാവുന്നത്, നഷ്ടമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊരു കണക്കാണ്. ഹൗ കറപ്ഷൻ, നല്ലൊരു ആർട്ടിക്കിളാണ്. എങ്ങനെയാണ് കറപ്ഷൻ ഹെൽത്ത് കെയർ സെക്ടറിനെ, അവിടുത്തെ സേഫ്റ്റിയെ ബാധിക്കുന്നത്? കാരണം $455 ബില്യൺ നഷ്ടങ്ങളാണ് അതിലുണ്ടാവുന്നത് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു നല്ല കണക്കാണ്. ഈ ഒരു ഫാക്റ്റ് നമുക്ക് എഴുതാം. ഹൗ കറപ്ഷൻ ഈസ് ലിങ്ക്ഡ് ടു ദ ലാക്ക് ഓഫ് സേഫ്റ്റി ഇൻ ദ ഹോസ്പിറ്റൽസ്. ആൻഡ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ സജഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്: ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക, ഹോസ്പിറ്റൽസ് മോഡേണൈസ് ചെയ്യുക, ടെക്നോളജിയെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക, സർവൈലൻസ്, സെക്യൂരിറ്റി സിസ്റ്റം, ഇതൊക്കെ നമ്മൾ പല ദിവസങ്ങളായി പറയുന്നതാണ്. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് ആഡ് ഓൺ ആയിട്ട് മാർജിനൽ കണ്ടൻ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കറപ്ഷൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് WHO കണക്കും ഫാക്റ്റും നമ്മൾ പറഞ്ഞു. സോ ഡിയർ സ്റ്റുഡൻസ്, ഈ ആർട്ടിക്കിളുകൾ, ഇത്രയും കണ്ടൻറ്റുകളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ആർട്ടിക്കിളുകളെല്ലാം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഡൈമെൻഷൻസ് പറഞ്ഞു, എന്തുകൊണ്ട് വാർത്തയിൽ വന്നു എന്ന് പറഞ്ഞു. എല്ലാ ആർട്ടിക്കിളുകളും നമ്മൾ കോംപ്രഹെൻസീവായി ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. ഈ മെറ്റീരിയൽ ടെലിഗ്രാം ചാനലിൽ നിന്നാണ് ലഭിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്, ഇത് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട് മെറ്റീരിയലുകൾ. ഇറ്റ്സ് അപ് ടു യു ക്യാൻ. കാരണം പല കുട്ടികളും സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. തുടക്കത്തിൽ ഒരു 2 മാസം പ്രിപ്പറേഷൻ അവർ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാൻ നോക്കും. പിന്നെ അവർക്കത് മനസ്സിലാവാണ്ടാവുമ്പോൾ അവരത് സ്കിപ്പ് ചെയ്തിട്ട് അത് ആഴ്ചയിലേക്ക് പോകും. പിന്നെ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യില്ല. പിന്നെ അവർ മന്ത്ലി കമ്പൈലേഷൻ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കും. അതും നല്ല നിലക്ക് നടക്കുന്നില്ല. പിന്നെ അവർ കറണ്ട് അഫയേഴ്സ് അവിടെ ഇട്ട് അവരവസാനം PT 365 പോലെയുള്ള ഇയർലി കമ്പൈലേഷൻസിലേക്ക് പോകും. ഇത് പോകുന്നതിൽ യാതൊരു തെറ്റുമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ട്രെൻഡിൻ്റെ കൂടെ പോവുകയാണ്. ഏകദേശം 80%, ഇത് ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ റേഷ്യോ നിങ്ങൾക്കറിയാം. ആ ആളുകൾ
ഇങ്ങനെ പോവുകയും നിങ്ങൾ ഇങ്ങനെ പോവുകയും എങ്ങനെയാണോ മാസം പോകുന്നത് ആ മാസം പോകുന്ന രീതിയിൽ നിങ്ങളും പോകും. അപ്പോൾ ഈ കമ്പൈലേഷൻസിൻ്റെ ട്രാപ്പിലേക്ക് പോകരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി തന്നെ കറണ്ട് അഫയേഴ്സ് ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് ചെയ്യുന്നത്. വി ആർ പുട്ടിങ് എ ലോട്ട് ഓഫ് എഫേർട്ട്. വി വാണ്ട് ദാറ്റ് റിസൾട്ട്സ്. നിങ്ങളിലൂടെ ആ റിസൾട്ട്സ് കാണണം നിങ്ങളുടെ പരീക്ഷകളിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മെൻറ്റർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലോ ഈ ഇമെയിൽ ഐ.ഡിയിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. സോ ബൈ ദിസ് വി ആർ വൈൻഡിങ് അപ്പ് ഫോർ ദ ഡേ. Thank you and have a beautiful day. Bye bye. Happy learning. Enjoy learning.